നമസ്കാരം, ഞാൻ പ്രവീൺ ഷൺമുഖം. മൈട്രോൾ മൈ ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം. അവിയൽ, ക്യാരറ്റ് തോരൻ, നെല്ലിക്ക അച്ചാർ, സാമ്പാറും പപ്പടവും ചെന്ന ഊണ് ഏതർച്ചയുമായി കയറിയതിനൂടെ കഴിക്കാനായി അന്വേഷിച്ചപ്പോൾ രണ്ടുപേർക്കുള്ള ഊണില്ല, ഒരാൾക്കുള്ളതേ ഉള്ളൂ. എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ വാങ്ങിയതാണ്. നമ്മളെ സംബന്ധിച്ച് അതിലെ ക്വാണ്ടിറ്റി ആവശ്യത്തിനുള്ളതുണ്ടായിരുന്നു. ഓരോ കറികളും നല്ല രുചി. അവിയൽ, സാമ്പാർ എല്ലാം തന്നെ കിടുവാണ്. ചെറിയ ഒരിടമാണെങ്കിലും മനസ്സ് നിറഞ്ഞൊരു ഊണ്. അടിപൊളി ഊണ്. നമ്മൾ വീട്ടിൽ കഴിക്കുമ്പോൾ ആരും കഴിക്കണമെങ്കിൽ ഇവിടെ വരണം. നല്ല സാമ്പാർ, നല്ല അവിയൽ, നല്ല തോരൻ, ക്യാരറ്റ് തോരൻ, നല്ല നെല്ലിക്ക അച്ചാർ, എല്ലാം നല്ല കിടില. വിറകടുപ്പിലാണ് പ്രധാനമായും ഇവിടെ പാചകം. ഇത് അനിത ചേച്ചിയുടെ കട. വട്ടിയൂർക്കാവ് കുരുവേക്കാട് എന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പിനടുത്തായാണ് രുചിയിടം സ്ഥിതി ചെയ്യുന്നത്. നാടൻ തട്ടുകട എന്ന ബാനർ പുറത്തേക്ക് കാണാം. രാവിലെയും ആഹാരം കാണുമെന്ന് അറിഞ്ഞ് അടുത്ത ദിവസം പ്രാതൽ കഴിക്കാനായി നമ്മളിവിടെ എത്തി. ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർക്കാണ് ഇവിടെ ആഹാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ രസോടെയൊക്കെ കഴിഞ്ഞിരുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വയ്ക്കുന്ന ഊണ് രുചി വലിയ കേമാണെന്നുള്ള ഭാവമൊന്നും ഇവിടുത്തെ ചേച്ചിക്കില്ല. വീഡിയോ എടുക്കുമ്പോൾ തന്നെ ചോദിക്കുന്നത് ഇതൊരു ചെറിയ കടയില്ലേ, വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടോയെന്നാണ്. കടയുടെ വലുപ്പമല്ല, രുചിയിലും വൃത്തിയിലും അത് ഉണ്ടാക്കി തരുന്നതിലാണ് കാര്യം എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. ചൂടോടെ അപ്പോഴപ്പോൾ ഉണ്ടാക്കുന്ന ദോശ വാങ്ങി, കൂടെ ചമ്മന്തിയും മുളക് കറിയും. ചമ്മന്തിയുടെ രുചിയൊക്കെ വേറെ ലെവലാണ്. മുളക് കറിയും കിടിലം, ഒന്നാം തരം ചായയും. വീട്ടിലെ പോലെ വിശ്വസിച്ച് കഴിക്കാവുന്നതിനോടൊപ്പം തന്നെ നല്ല രുചിയുള്ള ആഹാരം കൊടുക്കുന്ന ഈ സംരംഭം 7 വർഷം മുമ്പാണ് അനിത ചേച്ചി തുടങ്ങിയത്. ഇടയ്ക്ക് കോവിഡ് സമയം കുറച്ചാൾ അടച്ചിടേണ്ടി വന്നു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. വൈകുന്നേരം ചായയും പലഹാരങ്ങളും കാണും. അനിത ചേച്ചിയുടെ അനിയത്തിയും പാചകത്തിൽ സഹായിക്കാനായി കാണും. മകനും സമയമുള്ളപ്പോൾ അമ്മയെ സഹായിക്കാറുണ്ട്. ദോശ 8, ചായ 10, പപ്പടം 5, രസവട 10, ഊണ് 70, മീൻ 40 എന്നിങ്ങനെയായിരുന്നു അപ്പോഴത്തെ വിലകൾ.